ഒരു പ്രോമിനന്റ് ആക്ടർ ഡയറക്ടർ കോംബോ ഒരുമിച്ചപ്പോൾ എന്തിനാ അവർ ഇങ്ങനെ ഒരു സബ്ജക്ട് തിരഞ്ഞെടുത്തു എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത് ഈ ഒരു സിനിമയെ പറ്റിയാണ്. സിനിമ നൻപൻ, നായകൻ വിജയ്, സംവിധാനം ശങ്കർ. 2000-ന് ശേഷമുള്ള കാലഘട്ടത്തിൽ തമിഴ് സിനിമയിൽ രജനീകാന്തിന് ശേഷം ഏറ്റവും കമേഴ്സ്യൽ വാല്യൂ ഉള്ള താരം എന്ന ചോദ്യത്തിന് ഒരു വശത്തുള്ള ആളുകൾ മാറിക്കൊണ്ടേയിരിക്കും. അതായത് 2003-4 കാലഘട്ടങ്ങളിൽ അത് വിക്രമായിരുന്നു, 2008-9 ടൈമിൽ അത് സൂര്യയായിരുന്നു, 2011-ന് ശേഷം അത് അജിത്താണ്. എന്നാൽ മറുവശത്ത് എന്നും ഉണ്ടായിരുന്നത് വിജയാണ്. ഞാൻ എടുത്തു പറയാം, ഇവിടെ വിക്രം, സൂര്യ തുടങ്ങിയ പേരുകൾ പറഞ്ഞ് ശേഷം വിജയുടെ പേര് പറഞ്ഞതുകൊണ്ട് ഇവരുടെയൊക്കെ അഭിനയ മികവിനെ കമ്പയർ ചെയ്തതല്ല, മറിച്ച് സ്റ്റാർഡത്തിന്റെയും ക്രൗഡ് പുള്ളിംഗ് എബിലിറ്റിയുടെയും ബേസിൽ മാത്രമാണ് സംസാരം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർ പവർ ഉള്ള വിജയ്. ഇനി സംവിധായകനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ആ പേര് കേട്ടാൽ ആളുകൾ കളിയാക്കും. 4-5 മീഡിയം പടങ്ങൾ എടുക്കേണ്ട തുകയെടുത്ത് ഒരു പാട്ട് മാത്രം ചിത്രീകരിച്ച് എന്നാൽ ഈ ബിഗ് ബജറ്റ് പാട്ടടങ്ങിയ ബിഗ് ബജറ്റ് പടത്തെ വിജയിപ്പിക്കാൻ സാധിക്കാത്ത ഒരു ബിഗ് ബജറ്റ് ഫ്ലോപ്പ് സംവിധായകൻ. അതാണ് ഇന്ന് ശങ്കറിന്റെ ഇമേജ്. എന്നാൽ 10-13 വർഷങ്ങൾക്ക് മുൻപ് തമിഴിലെ എന്ന് മാത്രമല്ല മൊത്തം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു പ്രീമിയം ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. സോ അതുപോലൊരു കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള ആക്ടറും ഇതുപോലൊരു സംവിധായകനും ഒരുമിക്കുമ്പോൾ എന്തിനവർ ഇങ്ങനെ ഒരു സബ്ജക്ട് തിരഞ്ഞെടുത്തു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവിടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇതുപോലൊരു കൊളാബറേഷന് ഒരു ഫ്രഷ് സബ്ജക്ട് തിരഞ്ഞെടുക്കുന്നതിന് പകരം അവരൊരു റീമേക്കിന് മുതിർന്നു. ഇനിയിപ്പോൾ റീമേക്ക് ആയാലും കുഴപ്പമില്ല, അധികം ആളുകൾക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരു സിനിമ എടുത്ത് റീമേക്ക് ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ ഇത് പുസ്തകത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ സിനിമയുടെ രൂപത്തിലോ ഇന്ത്യ മൊത്തം പോപ്പുലറായ ഒരു സംഭവം. സോ കഥയുടെ ഇൻ ആൻഡ് ഔട്ട്, അതിൽ നടക്കാൻ പോകുന്ന രസകരമായ സംഗതികൾ, കോമഡികൾ, ട്വിസ്റ്റുകൾ, ഇതൊക്കെ പ്രേക്ഷകന് ബിഫോർ ഹാൻഡ് അറിയാവുന്ന ഒരു സംഗതി. ഇനി അതും പോട്ടെന്ന് വെക്കാം. അടുത്തതായി, വിജയെ പോലെ മാസ് ആക്ഷൻ ബ്ലോക്കുകൾ തന്റെ സിനിമകളുടെ മുഖമുദ്രയാക്കിയ ഒരു നടനെ വെച്ച് അവർ പ്ലാൻ ചെയ്തത് ഒരു ഫീൽ ഗുഡ് സിനിമ. എനിവേസ്, ഗൂഗിൾ പ്രകാരം ഈ സിനിമ ഒരു സക്സസ് ആണ്. മേ ബി വിജയുടെ അടിപിടി പരിപാടികളല്ലാതെ ഇതുപോലുള്ള സംഗതികൾ കാണാൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും ഉണ്ടാവാം. ബട്ട് എന്നെ സംബന്ധിച്ച് ഒരു മെഗാ മാസ് സംഭവം അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റാവേണ്ടിയിരുന്ന ഒരു കൊളാബറേഷൻ ഒരു ലൈറ്റ് വെയിറ്റ് രീതിയിലേക്ക് വഴിതിരിച്ചു വിട്ടു എന്നതാണ് ഈ സിനിമയെ പറ്റി ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം. പിന്നെ ഇവര് രണ്ടും കൂടി എങ്ങനെയുള്ള സിനിമ എടുക്കണമെന്നായിരുന്നു നീ പറയുന്നതെന്ന് ചോദിച്ചാൽ, തൊട്ടടുത്ത വർഷം വിജയുടെ തന്നെ മറ്റൊരു സിനിമ ഇറങ്ങിയിരുന്നു. സിനിമയുടെ പേര് തലൈവ. ഡാൻസ്, പാട്ട്, ആക്ഷൻ, ട്വിസ്റ്റ് ഒക്കെയുള്ള, ഇതിനൊക്കെ മേലെ ഒരു പൊളിറ്റിക്കൽ സ്വഭാവം കൂടിയുള്ള ഒരു സംഭവം, അതായിരുന്നു തലൈവ. അതുപോലൊരു പടമായിരുന്നു ശങ്കർ വിജയെ വെച്ച് ചെയ്യേണ്ടിയിരുന്നത്. ഇനി ഇത് തന്നെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ പടത്തിന് ഇല്ലാതെ പോയത് എന്തെന്ന് വെച്ചാൽ ഒരു ബിഗ് ബ്രാൻഡ് ഡയറക്ടറുടെ അഡ്രസ് ആയിരുന്നു. സോ നൻപന് പകരം തലൈവയായിരുന്നു ഒരുപക്ഷെ ശങ്കർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിരുന്നതെങ്കിൽ 2012-ൽ തുപ്പാക്കിക്ക് മുൻപ് തന്നെ ഒരു വിജയ് സ്റ്റോം നമുക്ക് കാണാമായിരുന്നു.